എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഷെരീഫ് പറൽ, ഭാരതീയ ഔഷധാസ്യ പരിപാലന സമിതി. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അങ്കോലം എന്നുള്ളൊരു മരമാണ്. ഈ ലൂയി പാസ്റ്ററാണ് ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ഈ പേപ്പർ ട്യൂഷത്തിന് ഏറ്റവും അവരുടെ മരുന്ന് അവർ കണ്ടുപിടിച്ച മരുന്ന്. വിദേശികൾ പറയുന്നത് എന്തും നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പേപ്പർ ട്യൂഷത്തിന് പറ്റുന്ന മരങ്ങളുണ്ടോ, ട്രീറ്റ് ചെയ്യാനുള്ള വേറെ സംവിധാനങ്ങളുണ്ടോ, ഇത് നമ്മൾ പഠിക്കണില്ല. നമ്മൾ വിദേശികളുടെ അപ്പടിയാണ് വിഴുങ്ങാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാനിത് ഇരിക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ എൻ്റെ വീടിൻ്റെ അമ്മർത്താണ് ഈ മരം ഉള്ളത്. അപ്പോൾ ആ മരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ ഔഷധ ഗുണം പറയാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം. അല്ലാതെ നമ്മൾ ഈ യൂട്യൂബിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയാൻ, ചിത്രം കാണിക്കുക, അതിലൊന്നും കാര്യമില്ല. ഓരോ വൈദ്യനായിക്കോട്ടെ, ഇത് ഔഷധസസ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിക്കോട്ടെ, അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ ചെടി വെച്ചിട്ട് അതൊന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് വിടുമ്പോഴാണ് പ്രാക്ടിക്കൽ ആവുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇതാണ് മരം സുഹൃത്തുക്കളെ. ഇതാണ് അങ്കോലം. ഇത് ഒരുപാട് ഉയരം വരില്ല, ഒരു 3 മീറ്റർ 4 മീറ്റർ 5 മീറ്റർ ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ മരം കായ ഉണ്ടായിട്ടില്ല, പുതിയതായിട്ടാണുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഔഷധ ഗുണം എന്താ, വിഷജന്തുക്കൾ കടിച്ചാൽ ഇതിൻ്റെ ഇല അരച്ചിടാൻ പറ്റും. അതേപോലെ തന്നെ മാന്ത്രിക മരം എന്നാണ് ഇതിന് പറയുന്നത്. വേര്, ഇല, കായ ഔഷധമാണ്. പേപ്പർ ട്യൂഷത്തിന് വേര് ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ പേപ്പർ ട്യൂഷത്തിൽ ഒരു 12 ദിവസമൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം തിരിഞ്ഞു നിൽക്കുന്ന വേരുകൾ, വടക്ക് തെക്ക് എന്നൊക്കെ പറയാം, അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന വേരുകളുണ്ട്. അതിൽ പ്രത്യേകതരം വേര് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. തടി ഇതിൻ്റെ അത്ര വണ്ണം വെക്കില്ല. തൊലിയിൽ അലാർജിൻ എന്ന ഒരു ഘടകമുണ്ട്. വാതം, അസ്ഥിരോഗം അതേപോലെ എന്നിവയ്ക്ക് നല്ലതാണ്. കീടനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കായ ഭക്ഷ്യയോഗ്യമാണ് അങ്കോലം കായ. ഇത് പന്നിയോട് സുകുമാരൻ വൈദ്യർ, നമ്മളെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സുകുമാരൻ വൈദ്യർ അവരുടെ ഒരു തോട്ടത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോയിട്ട്, നല്ല പ്രായം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ചെല്ലുമ്പോൾ, എനിക്കിത് കാണിച്ചു തന്നു. പക്ഷെ അന്ന് എൻ്റെ അടുത്ത് ഈ മരം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഓക്കെ, താങ്ക് യു.